നമസ്കാരം. ബി.ജെ.പിക്കാരെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സാക്ഷാൽ മര്യാദ രാമനായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രി ചെയ്തു പോയ പ്രവർത്തികൾ മറന്നുപോയതോ അതോ ഇനി മറവി രോഗം എങ്ങാനും ബാധിച്ചോ എന്നും അറിയില്ല. മന്ത്രി പ്രതിപക്ഷത്തിരുന്നപ്പോ കാണിച്ചു കൂട്ടിയ അതിക്രമമൊക്കെ മറവിയിലേക്ക് ആണ്ടുപോയതാണോ? പക്ഷേ ഒരു കാര്യമുണ്ട്, ശിവൻകുട്ടിക്ക് എത്ര മറവി ഉണ്ടായിരുന്നാലും ഇതൊന്നും നാട്ടുകാർ മറക്കില്ല എന്നതാണ് വാസ്തവം. പറഞ്ഞു വരുന്നത്, 2015 മാർച്ച് 13 നിയമസഭയിൽ കയ്യാങ്കളി ഉണ്ടായത്. അന്നത്തെ ധനമന്ത്രി KM മാണി ബാർക്കോഴ കേസിൽ അകപ്പെട്ടതിന് പിന്നാലെ ഇടതുപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഇടത് MLA-മാർ പ്രതിഷേധിച്ചത്. തുടർന്ന് ഇത് കയ്യാങ്കളിയിലേക്കും സഭയിലെ വസ്തുവകകൾ തല്ലി തകർക്കുന്നതിലേക്കുമൊക്കെ കടക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് കേസെടുത്തു. 2,17,000 രൂപയുടെ നഷ്ടം നിയമസഭയ്ക്ക് സംഭവിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തലും. 2016 ഇടതു സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവയെ സമീപിച്ചു. എന്നാൽ 3ഇടത്തും തിരിച്ചടി ഉണ്ടായി. വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ കേസിലെ 6 പ്രതികളും സ്വന്തം നിലയ്ക്ക് വിചാരണ കോടതിയിൽ വിടുതൽ ഹർജി നൽകി. എന്നാൽ വിചാരണ കോടതി ഇത് തള്ളി. പിന്നീട് ഇവർ വിടുതൽ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും അവിടെയും ഹർജി തള്ളി. പ്രതികളുടെ സ്വന്തം നിലയ്ക്കുള്ള വിടുതൽ ഹർജികൾ കൂടുതൽ തള്ളിയ പശ്ചാത്തലത്തിലായിരുന്നു വിചാരണ കോടതി പ്രതികൾ വിചാരണയ്ക്ക് ഹാജരാകണമെന്ന നിർദ്ദേശം വെച്ചത്. പല തീയതികളും നൽകിയെങ്കിലും പ്രതികൾ ആരും ഹാജരായില്ല. ഇതോടെ വിചാരണ കോടതി കർശന നിലപാട് സ്വീകരിച്ചതും ഇതൊക്കെ ഇപ്പോഴത്തെ മര്യാദക്കാരനായ മന്ത്രി മറന്നുപോയിരിക്കുന്നു. ഇപ്പോ അതാ MP സുരേഷ് ഗോപിയെ മര്യാദ പഠിപ്പിക്കുന്നു. മുമ്പൊക്കെ അദ്ദേഹം സിനിമാ നടന്റെ ഹാങ് ഓവറിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നതായിരുന്നു വിമർശനം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അതിനും ഒരു പടി കൂടി കടന്ന് രാഷ്ട്രീയമായി പിച്ചും പേയും പറയുന്ന എത്തിയിരിക്കുന്നു എന്നാണ് മന്ത്രിയുടെ പക്ഷം. തിരുവനന്തപുരത്തെ കുറിച്ചുള്ള സുരേഷ് ഗോപിയുടെ അജ്ഞത അത്ഭുതപ്പെടുത്തുന്നു എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് 7ഓ 8ഓ സീറ്റുകൾ എന്നാണ് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ എത്ര നിയമസഭാ മണ്ഡലമുണ്ടെന്നോ എത്ര ലോക്സഭാ മണ്ഡലമുണ്ടോ എന്നും കോർപ്പറേഷനിൽ എത്ര വാർഡുകൾ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഒരാള് ജനങ്ങളെ നയിക്കാൻ വരുന്നത് എന്നത് ലജ്ജാവഹമെന്നാണ് ശിവൻകുട്ടിയുടെ വിമർശനം. നിയമമണ്ഡലത്തെ കുറിച്ച് സുരേഷ് ഗോപി നടത്തിയ വിക്രിയ പരാമർശത്തെയും മന്ത്രി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. നേമത്തെ BJP അക്കൗണ്ട് പൊട്ടിച്ചത് രാഷ്ട്രീയ വിക്രിയകളിലൂടെ എന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. നേമത്തെ വോട്ടർമാരെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ജനാധിപത്യത്തിൽ ജനങ്ങളുടെ തീരുമാനത്തെ വിക്രിയ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു എന്നൊക്കെയാണ് മന്ത്രിയുടെ കണ്ടുപിടുത്തം. എന്തായാലും BJPയെ വലിയ വില കൊടുക്കേണ്ടി വരും ഈ ആക്ഷേപത്തിന് എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. എന്തായാലും മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയ മന്ത്രി ഒന്ന് തന്നിലേക്ക് നോക്കുന്നതും വിലയിരുത്തുന്നതും എന്തുകൊണ്ടും നന്നായിരിക്കും.